നമുക്കപ്പം മറ്റൊരു വിജയി കൂടി എത്തിയിട്ടുണ്ട്. ഐഷ ഹിസാന എന്നാണ് പേര്. ഹയർ സെക്കൻഡറി വിഭാഗം ഉറുദു ക്വിസ് മത്സരത്തിൽ 1ാം സമ്മാനമാണ്. കഴിഞ്ഞ തവണയും ഇതേ വിഭാഗത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും ഐഷയുടെ വിശേഷങ്ങളിലേക്ക് കൂടെ. ഐഷ, ഈ ഇപ്രാവശ്യത്തെ ക്വിസ് കോമ്പറ്റീഷൻ എത്രത്തോളം ടൈറ്റായിരുന്നു? 9 പേരുണ്ടായിരുന്നു. അതിൽ ടൈ വന്നു. അപ്പോൾ ടൈ ബ്രേക്കിന് 3 ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ 3 മാർക്ക് എനിക്ക് ഫുള്ള്, മറ്റേ കുട്ടിക്ക് 2 മാർക്ക്. അങ്ങനെ 1 മാർക്കിനാണ് ഫസ്റ്റ് കിട്ടിയത്. ഏത് സ്കൂളാണ്? കുന്നോളം ബോയ്സ്. ആതിഥേയ കൂടിയാണ് കലോത്സവത്തിൻ്റെ. അപ്പം ആതിഥേയ ആയിക്കൊണ്ട് തന്നെ ആതിഥേയ ടീമിന് മികച്ചൊരു പോയിന്റ് കൂടെ നേടിക്കൊടുത്തു. കഴിഞ്ഞ തവണ ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തത്? ഉറുദു ഉപന്യാസം, ഉറുദു ക്വിസ്, രണ്ടിലും സ്റ്റേറ്റ് എ ഗ്രേഡ് ഉണ്ട്. ഈ തവണ ഏതൊക്കെ? ഇത്തവണ ഉറുദു ഉപന്യാസം, ഉറുദു ക്വിസ് ആയിരുന്നു. ഉപന്യാസത്തിന് എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് കിട്ടിയില്ല. ഇതിനെ പ്രതിനിധീകരിക്കുകയാണ് ഇത്തവണ. അതെ, ഉറുദു ക്വിസിന്. ഈ സംസ്ഥാന തലത്തിലേക്ക് ഇപ്പോൾ കടക്കുമ്പോൾ, ഇപ്പോൾ തുടർച്ചയായി 2ാം വർഷവും സംസ്ഥാന തലത്തിൽ പോകുമ്പോൾ എത്രത്തോളം സന്തോഷമാണ്? വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ 10th വരെ ഉറുദുവാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ 10th വരെ പഠിപ്പിച്ച മിസ്സും ആളുടെ ഹസ്ബൻഡും കൂടിയിട്ടാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ്. പേരൊക്കെ എന്ന് പറയും? ഷഹനാസ്, സുബൈർ. എന്താ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? രണ്ടാളും. ഉമ്മ ഹൗസ് വൈഫാണ്, ഉപ്പ നാട്ടിലുണ്ട്. പേരവരുടെയൊക്കെ? ഉപ്പയുടെ പേര് മൊയ്തുണ്ണിക്കുട്ടി, ഉമ്മയുടെ പേര് ഷെബിന. രക്ഷിതാക്കളുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം? തീർച്ചയായും വളരെയധികം സപ്പോർട്ടുണ്ട് 2 പേരുടെ ഭാഗത്തുനിന്നും, പിന്നെ ഈ 2 ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും, പിന്നെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് എല്ലാവരുടെ അടുത്തുനിന്നും നല്ല സപ്പോർട്ടുണ്ട്. മറ്റ് മത്സരങ്ങളിലേക്ക്, ഈ സംസ്ഥാന തലത്തിലേക്കൊക്കെ പോകുമ്പോഴേ, ജില്ലയെ പ്രതിനിധീകരിച്ച് പോകുമ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ പ്രത്യേകമായിട്ട് കൈവരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ടീമൊക്കെ പോകുമ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ നമ്മളങ്ങനെ പഠിച്ചിട്ട് പോവുക, പിന്നെ അങ്ങനെ പോവുക തന്നെ. പ്രാവശ്യം തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്നത്, അപ്പോൾ തിരുവനന്തപുരം കാണുക എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടാവും? അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. അപ്പം സംസ്ഥാന കലോത്സവത്തിലേക്ക് ഐഷ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കുന്നംകുളത്ത് നിന്നും സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെയും ഈ മികവ് ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും ഐഷയെ സംബന്ധിച്ചുണ്ട്.